അർജുനായി കാത്തിരിക്കുകയാണ് കേരളം മുഴുവൻ. വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനമാണ് അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അർജുനെ രക്ഷാപ്രവർത്തനത്തിനായി എന്തൊക്കെ സാങ്കേതിക വിദ്യകളും അതുപോലെ തന്നെ എന്തൊക്കെ ഉപകരണങ്ങൾ എത്തിക്കാൻ സാധിക്കും അതിനെല്ലാം വേണ്ടി നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയൊരു സംഘം തന്നെയാണ് രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കാലാവസ്ഥ വളരെ അനുകൂലമാണ്. പക്ഷെ എന്നിരുന്നാലും ഗംഗാവലി പുഴയിലടക്കം അതിശക്തമായ ഒഴുക്കാണുള്ളത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചില സമയങ്ങളിൽ രക്ഷാപ്രവർത്തനം നിർത്തിവെക്കേണ്ടി വന്നു. കാരണം അതിശക്തമായ മഴയാണ് ആ മേഖലയിലുള്ളത്. അതുകൊണ്ട് തന്നെ അത് കൂടുതൽ ഉരുൾപൊട്ടൽ മറ്റും ഉണ്ടാകാനുള്ള സാധ്യത മുൻനിർത്തിക്കൊണ്ടാണ് ചില സമയങ്ങളിൽ രക്ഷാപ്രവർത്തനം നിർത്തിവെക്കേണ്ടി വന്നു. ഏതായാലും ഇന്ന് പുഴയിലെ തിരച്ചിൽ അല്പം കഠിനമായിരിക്കുമെന്നാണ് അവിടെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നവരെല്ലാം തന്നെ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലമുണ്ട്. അവിടെയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ കേന്ദ്രീകരിച്ചുകൊണ്ട് പരിശോധന നടക്കുന്നത്. അത് പൂർത്തിയാക്കിയതിനു ശേഷമാകും പുഴയിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് പരിശോധന നടത്തുക. അതേസമയം കർണാടക ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായ സമയത്തെ ഉപഗ്രഹ ചിത്രങ്ങൾ നൽകുമെന്ന് ISRO ചെയർമാൻ ഡോക്ടർ S സോമനാഥ് അറിയിച്ചിരുന്നു. അർജുന കണ്ടെത്താൻ സൈന്യം ഇറങ്ങിയതിനു ശേഷമാണ് ISROയുടെ സുപ്രധാനമായ തീരുമാനം പുറത്തുവന്നത്. മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നതിന് 10 മിനിറ്റ് മുൻപുള്ള ISROയുടെ ഉപഗ്രഹ ചിത്രങ്ങളാണ് ഇന്ന് ചോദിച്ചിരുന്നത്. ഷിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ അർജുന്റെ വാഹനം പുഴയിൽ അകപ്പെട്ടിരിക്കാനാണ് 90% സാധ്യതയെന്ന നിഗമനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഉത്തര കന്നഡ ജില്ലാ കളക്ടറായിട്ടുള്ള ലക്ഷ്മി പ്രിയ. അർജുനെ കണ്ടെത്തുന്നതിനായി ജില്ലാ ഭരണകൂടം നേരത്തെ തന്നെ ISROയുടെ സഹായം തേടിയിരുന്നു. മണ്ണിടിച്ചിൽ ഉണ്ടായതിന് ഒരു 10 മിനിറ്റ് മുൻപ് വരെയുള്ള സാറ്റലൈറ്റ് ദൃശ്യങ്ങളായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത്. ഈ ദൃശ്യങ്ങൾ ഇന്ന് ലഭ്യമാകുമെന്നായിരുന്നു ജില്ലാ കലക്ടറും വ്യക്തമാക്കിയിരുന്നത്. അങ്ങനെയാണെങ്കിൽ നദീകരയിൽ മണ്ണിടിച്ചിൽ ഉണ്ടായതിന് തൊട്ടു മുൻപ് ഏതൊക്കെ വാഹനങ്ങൾ നിർത്തിയിട്ടിരുന്നു എന്നുള്ള വിവരം ഈ ചിത്രങ്ങൾ വിശദമായി പരിശോധിച്ചാൽ ലഭ്യമാകും. എന്നാൽ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ പ്രകാരം അർജുനും ലോറിയും മണ്ണിനടിയിൽപ്പെട്ട ഷിരൂർ കുന്നിന്റെ ഉപഗ്രഹ ചിത്രങ്ങൾ ISROയുടെ കൈവശമില്ല എന്നാണ് ചില മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ. അപകട സമയത്ത് ഇന്ത്യൻ ഉപഗ്രഹങ്ങൾ ഷിരൂർ കുന്നിൽ ദൃശ്യങ്ങൾ പകർത്തിയിട്ടില്ല എന്നും കണ്ടെത്തി. അപകടം നടക്കുന്നതിന് 2 മണിക്കൂർ മുൻപും അതിനുശേഷം വൈകിട്ട് 6-നുമാണ് ഇവിടുത്തെ ദൃശ്യങ്ങൾ ഇന്ത്യൻ ഉപഗ്രഹങ്ങൾ പകർത്തിയിട്ടുള്ളത്. ഒരേ സ്ഥലത്തെ ദൃശ്യങ്ങളല്ല ഉപഗ്രഹങ്ങൾ പകർത്തുന്നത്. കറങ്ങിക്കൊണ്ട് ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് സഞ്ചരിച്ച് മാറി മാറിയാണ് ഉപഗ്രഹ ദൃശ്യങ്ങൾ എടുക്കുന്നത്. കർണാടക സ്റ്റേറ്റ് റിമോട്ട് സെൻസറിംഗ് ആപ്ലിക്കേഷൻ സെന്ററാണ് കർണാടകയിൽ ISROയ്ക്ക് വേണ്ടി ഇക്കാര്യങ്ങൾ നടത്തുന്ന നോഡൽ ഏജൻസി. അപകട സ്ഥലത്തിന്റെ വിവിധ ദൃശ്യങ്ങൾ ISRO കൈമാറിയിട്ടുണ്ട്. പക്ഷേ അതേസമയം അപകടം നടക്കുന്ന സമയത്ത് അവിടുത്തെ ദൃശ്യങ്ങൾ പകർത്തിയിട്ടില്ല. എങ്കിലും മറ്റു രാജ്യങ്ങളുടെ സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ ശേഖരിക്കുന്നുണ്ട്. അത് രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ ഉപകരിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഏതെങ്കിലും രാജ്യത്തിന്റെ സാറ്റലൈറ്റ് ഈ ഒരു അപകടം നടന്ന സ്ഥലത്തെ ദൃശ്യങ്ങൾ പകർത്തിയോ എന്നാണ് ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്.